നമസ്തേ. ജനം ടിവിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ മഹാഭാരതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളമൊട്ടാകെ തെരഞ്ഞെടുപ്പിന്റെ ചൂടുപിടിച്ച പ്രചരണത്തിലാണ്. അന്തരീക്ഷത്തിലെ ചൂടും പ്രചരണത്തിന്റെ ചൂടുമായി രാഷ്ട്രീയ മണ്ഡലം ഇളകി മറിയുകയാണെന്ന് തന്നെ പറയാം. അങ്കത്തട്ടിലേക്ക് കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇപ്പോൾ ആര് ജയിക്കും, ആര് തോക്കും എന്നിങ്ങനെയുള്ള ചർച്ചകളും സമൂഹത്തിൽ വളരെ സജീവമാണ്. ചിലരൊക്കെ വോട്ട് ചെയ്യില്ല എന്നുവരെ പറയുന്ന സാഹചര്യവും നിലവിലുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിലെ വോട്ടർമാർ ഇത് സംബന്ധിച്ച് ചില ചർച്ചകളും ഒപ്പം തന്നെ ചില അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് ആദ്യം തന്നെ നോക്കാം. കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട്. മണ്ഡലത്തിലെ വോട്ടർമാർ ഇവിടുത്തെ ജയപരാജയ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ രാഘവേട്ടനാണ് ചാൻസ് കാണുന്നത്. കേന്ദ്ര മോദി സർക്കാർ, വേറെ ആര് വരാൻ? എന്നെ പൊളിയല്ലേ. കോഴിക്കോട് രാഘവനെ കവച്ചു വെക്കാൻ ആരുമില്ല കോഴിക്കോട്. ഇനിയും അടുത്ത ചിലപ്പോൾ രാഘവൻ തന്നെ വരും. എളമരം ജയിക്കാൻ ചാൻസ് ഉള്ളത് അട്ടിമറി ജയായിരിക്കും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. എൻ്റെ വോട്ട് വർദ്ധിക്കും. കാരണം കഴിഞ്ഞ സ്ഥാനാർത്ഥികളെ കുറച്ചുകൂടി ഏബിളാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ എന്ത് കാര്യത്തിന് ചെന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. MK രാഘവൻ മണ്ഡലം നിലനിർത്തുമെന്ന് പറയുമ്പോഴും എളമരം കരീം അട്ടിമറി വിജയം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. കുറേ കാലമായി രാഘവനാണ് MP, പക്ഷേ അയാളെ കൊണ്ട് യാതൊരു പ്രയോജനമായിട്ട് ഒന്നും കണ്ടിട്ടില്ല. ഇനി എളമരം കരീമിനൊന്ന് പരീക്ഷിച്ച് നോക്കാന്നുള്ള. കോഴിക്കോട് MK രാഘവന് സാധ്യതയുണ്ട്. വികസന നായകനാണല്ലോ. കോഴിക്കോട് എളമരം കരീമിന് വിജയ സാധ്യതയാണ് കാണുന്നത്. MK രാഘവനെ അട്ടിമറിക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, ആ സാഹചര്യം കൊണ്ട് എളമരം കരീം നല്ലൊരു വിജയ പ്രതീക്ഷിക്കുന്നുണ്ട്. കോഴിക്കോട് ആര് ജയിക്കാനും മാർക്സിസ്റ്റ് ജയിക്കുന്നുള്ളൂ. എളമരം കരീം ജയിക്കില്ല. ഇത്രയും കാര്യം ഒരു ചെയ്തിട്ട് എന്താ ഒരു നല്ല കാര്യം ചെയ്തവര് മാർക്സിസ്റ്റ് പാർട്ടി വരരുത് കേരളത്തിൽ. അതാണ് ഇതിനൊക്കെയാണെങ്കിൽ രാഘവൻ ജയിക്കുള്ളൂ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല, എന്നാലും പറയാണ് രാഘവൻ. ഉറപ്പല്ലേ. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ അധികമാർക്കും സംശയമില്ല. ഭരണം കിട്ട പ്രധാനമന്ത്രി താമര തന്നെ പോകുന്ന പറയുന്ന ആദ്യത്തെ സാധ്യത. കുറേ അവർ പ്രവർത്തനങ്ങളെല്ലാം കുറേ കൂടി മുന്നോട്ടാണ്. അതിനെക്കൊണ്ട് അവർക്ക് തന്നെ കിട്ടുമെന്ന് പറയുന്നു പ്രധാനമന്ത്രി. കരുത്തിന സ്ഥാനാർത്ഥിയൊക്കെ തന്നെയാണ്. സ്ഥാനാർത്ഥി കരുത്തില്ല എന്ന് നമ്മൾ പറയുന്നില്ല. NDA കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും. ആര് ജയിച്ചാലും നമുക്ക് നല്ലത് കിട്ടിയാൽ മതി. നല്ല ഒരു വികസനവും കാര്യങ്ങളൊക്കെ വന്നാൽ മതി. മാറ്റം വേണമല്ലോ. മാറി മാറി പാർട്ടികൾ അധികാരത്തിൽ വരണമല്ലോ ആൾക്കാർക്ക്. നല്ല നാട് നന്നാവും. ഈ കണ്ടതൊക്കെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണോ സംഭവിക്കുക എന്നറിയാൻ വോട്ടെണ്ണുന്ന ദിനം വരെ കാത്തിരിക്കണം. ക്യാമറാമാൻ വിജു M സായിക്കൊപ്പം ഗോകുൽ K വേണുഗോപാൽ, ജനം, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ തന്നെ മറ്റൊരു വിശേഷത്തിലേക്കാണ് അടുത്തതായി പോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു പ്രത്യേകതയാണിത്. ഇവിടുത്തെ വോട്ടർമാരിൽ പകുതിയിലധികം സ്ത്രീകളാണ് ഉള്ളത്. ഏതാണ്ട് 25 ലക്ഷത്തിലധികം വോട്ടർമാരുള്ളതിൽ 13 ലക്ഷത്തിന് മേലെ സ്ത്രീകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ എല്ലാ മുന്നണികളും പ്രത്യേക ക്യാമ്പയിനുകൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അന്തിമ വോട്ടർ പട്ടികയിൽ ജില്ലയിലാകെ 25.83 ലക്ഷം വോട്ടർമാരാണുള്ളത്. ഇതിൽ 13.33 ലക്ഷം വോട്ടർമാർ വനിതകളാണ്. 12.5 ലക്ഷമാണ് പുരുഷ വോട്ടർമാരുടെ എണ്ണം. ജില്ലയിലുള്ള 13 നിയോജക മണ്ഡലങ്ങളിൽ 12 നിയോജക മണ്ഡലങ്ങളിലും പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. ഏറ്റവും അധികം സ്ത്രീ വോട്ടർമാരുള്ളത് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലാണ്. 1,20,834 സ്ത്രീ വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. കോഴിക്കോട് സൗത്തിലാണ് ഏറ്റവും കുറവ് സ്ത്രീ വോട്ടർമാരുള്ളത്. 80,673 ഇവിടുത്തെ എണ്ണം. എന്തായാലും സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി എല്ലാ മുന്നണികളും പ്രത്യേക സ്ക്വാഡുകളടക്കം രൂപീകരിച്ചിട്ടുണ്ട്. വനിതാ സംഗമം അടക്കമുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ജനം, കോഴിക്കോട്. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നതും. മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രതിഷേധത്തിനിടയിൽ അവർ പലപ്പോഴായി പറയുന്നതും കേട്ടു.
ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തീരദേശ മേഖല അവിടുത്തെ NDA സ്ഥാനാർത്ഥി വി മുരളീധരന് ഒപ്പമാണെന്ന് അവർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. കാരണം മാറി മാറി വന്ന MP-കളും പ്രതിനിധികളും ഒന്നും തന്നെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് ഇതിനു പിന്നിലെ കാര്യം. എന്തായാലും NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത്. ഞാനിന്ന് നിൽക്കുന്നത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് മേഖലയിലാണ്. 5 തെങ്ങ്. മാറി വന്ന ഇടത് വലത് MP-മാർ ഒരു തീരദേശ ജനതയെ വഞ്ചിച്ച കഥ. അവിടെയാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പുത്തൻ ആശയങ്ങൾ. മുതലപ്പൊഴി, 5 തെങ്ങ്, താഴമ്പള്ളി, പൂന്തുറ മേഖലകളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും പരിചയമുള്ള മുഖമാണ് വി മുരളീധരന്റേത്. ഇലക്ഷൻ സമയത്ത് മാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം. മത്സ്യത്തൊഴിലാളി മേഖലകളുടെ പ്രശ്നങ്ങൾക്കുപരി ജനകീയ വിഷയങ്ങളിലെല്ലാം കാര്യമായി ഇടപെടുന്നു. ഇതുതന്നെയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വി മുരളീധരൻ വിജയിക്കുമെന്ന് തീരദേശ മേഖലയിലെ ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്. മുരളിച്ചേട്ടൻ ഒത്തിരിയും കാര്യങ്ങൾ, കാരണം വെച്ചാൽ പുള്ളി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഒത്തിരിയും കാര്യങ്ങൾ, കാരണം നമ്മുടെ മത്സ്യമേഖലകളിൽ അനുബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ഒത്തിരിയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷകൾ വീണ്ടും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് 99% വിജയസാധ്യത ഞങ്ങൾ കാണുന്നുണ്ട് മുരളിച്ചേട്ടനിലൂടെ. കാരണം അത്രയും നല്ലൊരു കാൻഡിഡേറ്റാണ്. അതിലുപരി പുള്ളിക്കാരൻ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് പോലും ഇവിടെ ജനങ്ങൾക്ക് മത്സ്യമേഖലകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും എല്ലാ രീതിയിലും ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. മുതലപ്പുഴയിലുണ്ടാകുന്ന അപകടങ്ങളിൽ പരിഹാരം കണ്ടെത്താനായി കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ പ്രദേശത്തെത്തിക്കാൻ കഴിഞ്ഞതും ജനങ്ങളുമായി ആശങ്കകൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇവിടെ ഒരു കേന്ദ്ര സംഘത്തെ തന്നെ അയച്ച് ഇതിനു വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് അച്ഛന് വാക്കുകൊടുക്കുകയും ജനങ്ങൾ അത് അംഗീകരിക്കുകയും വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിനോട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഇന്ന് രാവിലെയും നമ്മുടെ സ്ഥാനാർത്ഥി വന്ന് പൂത്ര ഇടവകയിലെ അച്ഛനോട് സംസാരിക്കുകയും അവിടുത്തെ ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഇപ്പോൾ മുരളി സാറിന് ഒരു അനുകൂല മനോഭാവത്തിലാണ് അവിടെ സംസാരം ഉണ്ടായത് തന്നെ. 5 തെങ്ങ് കടലാക്രമണ മേഖലകളിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നേ തന്നെ നേരിട്ട് സന്ദർശനം നടത്തി പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതും ഈ മേഖലയ്ക്ക് ഏറ്റവും ആശ്വാസകരമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മുതലപ്പുഴയിലെ വിഷയം തന്നെ അദ്ദേഹം ഇടപെട്ടാണ്. കേന്ദ്ര മന്ത്രിമാരെ കൊണ്ടുവന്നു, അവിടുന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു, വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചു. ഇപ്പോൾ തന്നെ 120 കോടി രൂപയോളം വരുന്ന പൈസ അനുവദിച്ചിട്ടുണ്ട് തുറമുഖ പദ്ധതിക്ക് വേണ്ടിയിട്ട്, അവിടെ ഹാർബറിന് വേണ്ടിയിട്ടും. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ പുലിമുട്ട് നിർമ്മാണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം ചെയ്തു വരുന്നുണ്ട്. ഇന്നലെ കടൽക്ഷോഭം നടന്ന സ്ഥലത്തെല്ലാം വന്ന് മുരളിച്ചേട്ടൻ കണ്ടു, സംസാരിച്ചു. ഇവിടുത്തെ തീരദേശ മേഖലയിലുള്ള ജനങ്ങളെല്ലാം അദ്ദേഹത്തെ വളരെ നല്ല രീതിക്കാണ് സ്വീകരിച്ചത്. രക്ഷപ്പെടാൻ ആയിരക്കണക്കിന് ജീവിതങ്ങളാണ് സർക്കാരിനോട് വർഷങ്ങളായി കേണപേക്ഷിക്കുന്നത്. മാറിവന്ന സർക്കാരുകൾ ആരും വിളി കേട്ടിട്ടില്ല. NDA സ്ഥാനാർത്ഥി വി മുരളീധരനാണ് ഇനി പ്രതീക്ഷ. മുതലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ നിതിനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പല പദ്ധതികളും കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ തന്നെ കേരളത്തിൻ്റെയും മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം പദ്ധതികളെല്ലാം തന്നെ തങ്ങളുടേതാക്കി മാറ്റാനുള്ള ഇല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങളുമായി മുന്നോട്ട് വരാനാണ് UDFും LDFും ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും എറണാകുളം പോലെ ഒരു മെട്രോ നഗരത്തിൽ റെയിൽവേ സ്റ്റേഷൻ വികസനമായാലും കൊച്ചി മെട്രോയുടെ വികസനമായാലും ഒപ്പം തന്നെ റോഡുകളും പാലങ്ങളും ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികളാണെന്നിരിക്കെ UDF അവകാശപ്പെടുന്നത് അത് അവരുടെ നേട്ടങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വോട്ടർമാരായ ജനങ്ങൾ MP എന്തു ചെയ്തു എന്ന കാര്യത്തിൽ തീർച്ചയായും ഒരു വിലയിരുത്തൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എറണാകുളത്ത് നിന്നുള്ള റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് വീണ്ടും
അങ്കത്തട്ടിലുള്ള ഹൈബി ഈഡൻ താൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണ് വോട്ടർമാരെ ഒരിക്കൽ കൂടി കാണാനെത്തുന്നത്. കൃത്യമായ എണ്ണി പറയാവുന്ന നിരവധി വികസന നേട്ടങ്ങൾ താൻ ഇവിടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയെന്ന് ഹൈബി കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നു. ഹൈബി, വികസന നേട്ടങ്ങൾ മുൻനിർത്തിയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഹൈബി, എന്തെല്ലാമാണ് പ്രധാനമായും ഈ ഒരു കഴിഞ്ഞ കാലയളവിൽ 5 വർഷക്കാലം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? ഒരു MP എന്നുള്ള രീതിയിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് MP-യുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ വരുന്ന, ഒരിക്കലും ഒഴിച്ചുകൂടാൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ പറ്റാത്തത് റെയിൽവേ, നാഷണൽ ഹൈവേ വികസനമാണ്. അതിൽ ചരിത്രത്തിലാദ്യമായി എറണാകുളം നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് 300 കോടി രൂപയാണ്, 444 കോടി രൂപയുടെ പദ്ധതി ടെൻഡർ ചെയ്തപ്പോൾ 300 കോടി രൂപ എറണാകുളം ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടി കൊച്ചി മെട്രോ റെയിലുമായി കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേഷനായി അത് മാറുകയാണ്. മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, അതിന് 150 കോടി രൂപയാണ് ചെലവഴിച്ച് ഈ 2 സ്റ്റേഷനുകളിലും കാർ പാർക്കിംഗ്, ഓട്ടോമേറ്റഡ് കാർ പാർക്കിംഗ് സംവിധാനം സൗത്തിലും മാനുവൽ കാർ പാർക്കിംഗ് സംവിധാനം, മൾട്ടി പാർക്കിംഗ് സംവിധാനം നോർത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ ഒരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെ MP ഫണ്ടിൽ നിന്ന് തന്നെ 75 ലക്ഷം രൂപയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടി കൊടുത്തു. ഇപ്പോൾ അമൃത് ഭാരത് സ്കീമിൽപ്പെടുത്തി 10.5 കോടി രൂപയുടെ വികസന പദ്ധതികൾ അവിടെ നടക്കണം. റെയിൽവേയുടെ ചരിത്രത്തിൽ ഇത്രയും അധികം പദ്ധതികൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് നാഷണൽ ഹൈവേ NH66ൻ്റെ പ്രവർത്തനം പോലെ തന്നെ സമാന്തര ബൈപ്പാസ്, കുണ്ടന്നൂർ അങ്കമാലി സമാന്തര ബൈപ്പാസിൻ്റെ 3A നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷമുള്ള മറ്റ് കൊച്ചി തേനി ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. MP ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് അംഗൻവാടികൾ, എല്ലാ പഞ്ചായത്തിലും ഒരു സ്മാർട്ട് അംഗൻവാടി എന്നാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അത് MP ഫണ്ട് കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ പറ്റില്ല, മറ്റ് ആളുകളുടെ സഹായത്തോടു കൂടി CSR കൂടി സ്വരൂപിച്ച് പൂർത്തീകരിക്കാൻ. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് എറണാകുളം MP ഹൈബി ഈഡൻ അവകാശപ്പെടുമ്പോൾ അതിൽ പലതും കേന്ദ്ര പദ്ധതികൾ അടക്കം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് എന്ന വാദമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായി അതിനെ പ്രതിരോധിക്കുകയാണ് BJP നേതൃത്വം. മാത്രമല്ല, കൂടുതലും നടപ്പിലാകാത്ത പദ്ധതികളായിരുന്നു, പാഴ്വാക്കുകളായിരുന്നു എന്ന് തന്നെയാണ് എതിരാളികൾ, ഹൈബിയുടെ എതിരാളികൾ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ഷൈജു, അദ്ദേഹം എങ്ങനെയാണ് ഈ ഹൈബിയുടെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഹൈബി ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്, താൻ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ മുൻനിർത്തിയാണ് തന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ BJP എങ്ങനെയാണ് ഹൈബിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾ അവകാശവാദം ഉന്നയിക്കുക സ്വാഭാവികമാണ്. പക്ഷെ ഇത്രയും കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഒരാൾ എറണാകുളത്തെ ബഹുമാനാളുടെ MP-യെ കവച്ചു വെക്കാൻ വേറെ ആരുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം അദ്ദേഹത്തിൻ്റെ വലിയ മേന്മയെ അദ്ദേഹം എടുത്തു കാണിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ നിന്ന് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലും കൊണ്ടുവരാത്ത വികസനമാണ് ഇന്ന് എറണാകുളം നോർത്തിലും സൗത്തിലും ഉണ്ടായിട്ടുള്ളത്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നിലവാരത്തിലേക്ക് നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ വികസിക്കുകയാണ്. 5 കോടി രൂപയിലധികം ഒരു കാലത്തും ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ഒരു കാലത്തും 5 കോടി രൂപയിലധികം ഒരു പ്ലാറ്റ്ഫോമിലും ഒരു റെയിൽവേ സ്റ്റേഷനിലും വികസന പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടില്ല. ഇവിടെ എന്ത് വികസനമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്? ഈ എറണാകുളം എന്ന് പറയുന്നത് തീരപ്രദേശവും ഇടനാടും മലനാടും ഒക്കെ അടങ്ങുന്ന പ്രദേശമാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. തീരദേശവാസികൾ, ഞാനിപ്പോൾ റെയിൽവേ വികസനം പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് ഒരു ചാനലിൽ കണ്ടതുകൊണ്ട് അത് സൂചിപ്പിക്കാൻ കാരണം, ഇപ്പോൾ തീരദേശവാസികൾ വൈപ്പിൻ, ചെല്ലാനം, പറവൂർ ഉൾപ്പെടെയുള്ള തീരദേശവാസികൾ ഇന്നും ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞ് അവർ ഇന്നിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്യുന്ന ഗതികെട്ട ഒരു ജനത വേറെ എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? പേരണ്ടൂർ കനാൽ ഇന്നും മലീമസമായിരിക്കും, അത് നവീകരിക്കുമെന്ന് പ്രഖ്യാപനമാണ് ഈ ഹൈബിയുടെ. അദ്ദേഹത്തിൻ്റെ വീടിന് സമീപനമാണ് ഈ പേരണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. കൊച്ചി മഹാനഗരത്തിൽ അരമണിക്കൂർ മഴ പെയ്താൽ അരക്കൊപ്പം വെള്ളമാണ്. അത് പരിഹരിക്കാൻ എന്ത് പദ്ധതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ കുടിവെള്ള ക്ഷാമം, മാലിന്യ പ്രശ്നം, അത്തരം കാര്യങ്ങളിലെ അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾ പലപ്പോഴും പൈസ കൊടുത്ത് ടാങ്കർ ലോറിക്ക് വെള്ളമടിക്കുന്ന ആളുകളാണ്. അവരുൾപ്പെടെയുള്ള ആളുകൾ കുടിവെള്ളം കിട്ടാക്കനിയായി കാത്തു നിൽക്കേണ്ട ഒരു ഗതികേടുള്ള പ്രദേശം എറണാകുളം നഗരത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഇതിനാരാ പരിഹാരം കാണേണ്ടത്? കുടിവെള്ളത്തിന് വേണ്ടി ഗ്രാമങ്ങൾ, പല തീരദേശ ഗ്രാമങ്ങളിലും പല പ്രദേശങ്ങളിലും നിന്ന്, നമ്മുടെ ഈ എളമക്കര പോലെയുള്ള പ്രദേശങ്ങളിൽ, കുന്നുംപുറം പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുടിവെള്ളമില്ല. ഞാനീ പറയുന്ന ഈ സമയത്ത് കുടിവെള്ളമില്ല.
ഇവർ വലിയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പറയുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്ത് പരിശ്രമമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്? എറണാകുളം മഹാനഗരത്തിൽ ജനിച്ച് വളർന്ന് ഇപ്പോൾ MP ആയി മുന്നോട്ട് പോകുന്ന അദ്ദേഹം എന്ത് സമീപനമാണ് ഈ മാലിന്യം നീക്കം ചെയ്യുവാൻ വേണ്ടി എന്ത് സമീപനമാണ് MP എന്ന നിലക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ളത്? പരസ്യമായിട്ടൊരു വെല്ലുവിളിക്ക് BJP ജില്ലാ അധ്യക്ഷ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഇത്തരത്തിൽ ഹൈബി ഈഡൻ എണ്ണി പറഞ്ഞ അവകാശവാദങ്ങളെ ഓരോന്നും കൃത്യമായി തന്നെ ഖണ്ഡിക്കുകയാണ് കെ ഷൈജു അടക്കമുള്ള നേതാക്കൾ. സാധാരണ ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നും തന്നെ MP ഇടപെടുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലയുടെ വിഷയങ്ങളാണെങ്കിലും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം, കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ അത്തരം ജനവിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്ന MP എന്ത് അവകാശവാദമാണ് അത്തരത്തിൽ ഒരാൾക്ക് നൽകാൻ കഴിയുക എന്ന് കൃത്യമായി തന്നെ മറുഭാഗം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അവകാശവാദങ്ങളെ ഇത്തരത്തിൽ തന്നെയാണ് എതിർഭാഗം ശക്തമായി എതിർക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ മനു കൃഷ്ണനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് അയച്ച MP-മാർ, കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് അയച്ച MP-മാർ എന്തു ചെയ്തു എന്നത് ചർച്ചയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ എല്ലാം തന്നെ കേരളം അതിൻ്റെ ക്രെഡിറ്റ് അടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സർക്കാരാണ് പിണറായിയുടേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് തങ്കമണി ദിവാകരൻ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. BJP അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പിണറായി സർക്കാരിനും കോൺഗ്രസിനും രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞത്. പകരം വയ്ക്കാനില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി മലയാളികൾക്കായി നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ജില്ലയിലെ നിരവധി പേർക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീടൊരുങ്ങിയത്. എന്നാൽ അത്തരം കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനാണ് സർക്കാരും CPM-ഉം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവിടെ എല്ലാവർക്കും അറിയാലോ, ഈ മത്സരം തുടങ്ങിയ സമയത്ത് ഞാനൊരു പുരോഗതിയും വികസനത്തിൻ്റെ ഒരു നെറേറ്റീവും തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഒരു മാറ്റം വരുമ്പോൾ അത് പറയുമ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ ഇൻകംബന്റ് MP-യും പണ്ടുള്ള MP-യും നമ്മുടെ നരേന്ദ്രമോദി ചെയ്ത എല്ലാ പ്രോജക്റ്റിൻ്റെ ക്രെഡിറ്റ് എടുക്കാനും, ഞാനില്ലെങ്കിൽ ഈ ഹൈവേ ബൈപ്പാസ് വരില്ല, ഞാൻ ഉണ്ടെങ്കിൽ ഇത് വരില്ല, അങ്ങനെയാണ് അവരുടെ ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു സംവിധാനം. തെറ്റായ സാമ്പത്തിക നയങ്ങളിലൂടെ ഇടത് സർക്കാർ കേരളത്തെ കുട്ടിച്ചോറാക്കിയപ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പ്രതികരിക്കാൻ തിരുവനന്തപുരത്തെ MP തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. 10-15 കൊല്ലമായിട്ട് ഇൻകംപ്ലീറ്റ് വീട് സംസ്ഥാന സർക്കാരിന്റെ സ്കീമിൽ നിന്ന് 1.5 ലക്ഷത്തിന്റെ വീടുണ്ടാക്കുന്ന ഒരു പദ്ധതിയിൽ നിന്ന് 60,000-70,000 കാശ് കെട്ടി പണി ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയ വീടുകൾ എത്രയോ കണ്ടത്. വീടില് റൂഫില്ല, വോളില്ല, ഇൻകംപ്ലീറ്റ് ആണ്, വള്ളമില്ല, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല. 10 കൊല്ലം 15 കൊല്ലമായിട്ട് ഇത് നടക്കുന്ന ഒരു ഇഷ്യൂ. അതിനെപ്പറ്റി ആർക്കും ഒന്നും പറയാനില്ല. ഇവിടുത്തെ MP-ക്ക് പറയാനില്ല, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് പറയാനില്ല. പിണറായി സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് പോലും വിമർശനങ്ങൾ നേരിടേണ്ട സാഹചര്യമുണ്ടായി. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സർക്കാരായി പിണറായി സർക്കാർ അധപ്പതിച്ചെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചടങ്ങിൽ കോൺഗ്രസ് നേതാവും ഇടതു സഹയാത്രികനായ സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സഹോദരിയുമായ തങ്കമണി ദിവാകരൻ BJP-യിൽ അംഗത്വം സ്വീകരിച്ചു. മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഷാളണിച്ചാണ് BJP-യിൽ അംഗത്വം നൽകിയത്. കോൺഗ്രസിൽ താൻ നേരിട്ടത് കടുത്ത അവഗണനയാണെന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് തന്നെ BJP-യിലേക്ക് അടുപ്പിച്ചതെന്നും തങ്കമണി ദിവാകരൻ പറഞ്ഞു. 27 വയസ്സ് മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷെ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും, എനിക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും അവിടെ നിന്നുണ്ടായ അവഗണനയും, അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുവാൻ കോൺഗ്രസ് ഇന്ന് കാണിക്കുന്ന വിമുഖതയുമാണ് എനിക്കിതിൽ അംഗത്വം എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. SDPI-യുടെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ച നടപടിയെ BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് വിമർശിച്ചു. SDPI പിന്തുണ കൊടുക്കുന്നതിന് വളരെ വലിയ വിലയാണ് ആ പിന്തുണ സ്വീകരിച്ചവരൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇടതു വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് തിരുവനന്തപുരത്തെ സമ്മതിദായകർ തിരിച്ചറിഞ്ഞുവെന്നും നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ അനന്തപുരി നിവാസികൾ ഏറ്റെടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ജനം, തിരുവനന്തപുരം. കേരളത്തിൽ NDA 5 സീറ്റ് നേടുമെന്ന പ്രതീക്ഷയാണ് കേരള ഘടകം പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് കൊച്ചിയിൽ പങ്കുവച്ചത്. NDA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ സർക്കാർ അഴിമതിയുടെയും കുംഭകോണങ്ങളുടെയും സർക്കാരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.
കരുവന്നൂരിൽ CPM-ന്റെ നിരവധി രഹസ്യ അക്കൗണ്ടുകളാണ് ഇഡി കണ്ടെത്തിയത്. കോൺഗ്രസിലേതുപോലെ CPM-ലും ഇപ്പോൾ കുടുംബാധിപത്യമാണെന്നും രാജ്യമാദ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ കുടുംബം ആദ്യമെന്നാണ് CPM-ഉം കോൺഗ്രസും പറയുന്നത്. 20 മണിക്കൂർ വീതം പ്രധാനമന്ത്രി രാജ്യത്തിനായി പ്രവർത്തിക്കുകയാണ്. This is one and the same. Vote for UDF is vote for LDF. Vote for LDF is vote for UDF. Vote for Modi is vote for Kerala and bright future of India. Kadavallur society and bank is looted by CPM, and today Enforcement Directorate has found many secret accounts of CPM there in that cooperative society. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ NDA ജില്ലാ ചെയർമാൻ KS ഷൈജു അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ, വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് ശ്രീകുമാർ തട്ടാരത്ത്, കുരുവിള മാത്യൂസ്, VV അഗസ്റ്റിൻ, BJP നേതാക്കളായ KV ഹരിദാസ്, TP സിന്ധുമോൾ എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങൾ തിരിച്ചറിയുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ C-വിജിൽ ആപ്പ് ജനകീയമാകുന്നു. ഇതുവരെ ഏതാണ്ട് 80,000-ത്തിലധികം പരാതികളാണ് ഇതിലൂടെ പരിഹാരം കണ്ടെത്തിയത്, അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. വേഗതയും സുതാര്യതയുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ C-വിജിൽ ആപ്ലിക്കേഷന്റെ അടിത്തറ. ലഭിച്ച 59,000-ത്തോളം പരാതികൾ അനധികൃത ബാനറുകൾക്കും പ്രചാരണ സാമഗ്രികൾക്കും എതിരെയുള്ളതാണ്. പണം, സമ്മാനങ്ങൾ, മദ്യവിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് 1,500-ഓളം പരാതികൾ ലഭിച്ചു. ഏകദേശം 3% പരാതികളും വസ്തുവകകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. തോക്ക് കാട്ടിയതിനും ഭീഷണിപ്പെടുത്തിയതിനും ലഭിച്ച 600-ഓളം പരാതികളിൽ 540 എണ്ണം ഇതിനകം പരിഹരിച്ചു. അനുവദനീയമായ സമയത്തിനപ്പുറം സ്പീക്കറുകൾ ഉപയോഗിച്ചത് ഉൾപ്പെടെ നിരോധിത കാലയളവിനപ്പുറം പ്രചാരണം നടത്തിയതിനാണ് 1000 പരാതികൾ റിപ്പോർട്ട് ചെയ്തത്. C-വിജിൽ ആപ്ലിക്കേഷൻ തെരഞ്ഞെടുപ്പ് മേൽനോട്ടത്തിനും പ്രചാരണ കോലാഹലങ്ങൾ കുറയ്ക്കുന്നതിലും ഗണ്യമായ കുതിപ്പ് അടയാളപ്പെടുത്തുന്നു. 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിനായുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും വോട്ടർമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകുന്നത് അറിയിക്കാനും C-വിജിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. ജാഗ്രതയുള്ള പൗരന്മാരെ ജില്ലാ കൺട്രോൾ റൂം, റിട്ടേണിംഗ് ഓഫീസർ, ഫ്ലൈയിംഗ് സ്ക്വാഡ് സംഘം എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഉപയോക്തൃ സൗഹൃദവും എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാവുന്നതുമായ ആപ്ലിക്കേഷനാണ് C-വിജിൽ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിലൂടെ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലേക്ക് പോകാതെ രാഷ്ട്രീയ ദുരുപയോഗം നടന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ പൗരന്മാർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. C-വിജിൽ ആപ്ലിക്കേഷനിൽ പരാതി അയച്ചാലുടൻ പരാതിക്കാരന് പ്രത്യേക തിരിച്ചറിയൽ നമ്പർ മൊബൈലിൽ ലഭിക്കും. അതിലൂടെ വ്യക്തികൾക്ക് അവരുടെ മൊബൈലിൽ പരാതിയുടെ തൽസ്ഥിതി അറിയാനും കഴിയും. സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനും വോട്ടർമാർക്കും രാഷ്ട്രീയ കക്ഷികൾക്കും സൗകര്യമൊരുക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർമ്മിച്ച ആപ്ലിക്കേഷനുകളുടെ ശേഖരത്തിൽ ശ്രദ്ധേയ ഇനമായി മാറുകയാണ് C-വിജിൽ ആപ്ലിക്കേഷൻ. ജനം, തിരുവനന്തപുരം. CAA കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം നേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരുവനന്തപുരം BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഉടനടി മറുപടി നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇടതുമുന്നണി CAA വിഷയം മുഖ്യ തെരഞ്ഞെടുപ്പ് അജണ്ടയായി ഉയർത്തിക്കാട്ടുമ്പോഴാണ് കേസുകൾ പിൻവലിക്കാൻ സർക്കാർ നീക്കം നടത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം സർക്കാരിന് കേസുകൾ പിൻവലിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അടിയന്തരമായി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത്. മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ച് സർക്കാരും CPM-ഉം നടത്തിയ പ്രചരണത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് കമ്മീഷന്റെ ഇടപെടൽ. ജനം, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ മന്ത്രി റിയാസിനോട് വിശദീകരണം തേടി കോഴിക്കോട് ജില്ലാ കളക്ടർ. ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിക്കിടെയാണ് മന്ത്രി ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം
ഇന്നലെ നടത്തിയ ഒരു കായിക സംവാദ വേദിയിലാണ് ഒരു പ്രഖ്യാപനം എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് ഒരു കാര്യം പറഞ്ഞത്. അതായത് കോഴിക്കോട് ജില്ലയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷം ആലോചനയിലാണ്, അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് മുഹമ്മദ് റിയാസ് ഈ പ്രസംഗത്തിൽ പറഞ്ഞത്. ഈ പ്രസംഗത്തിൻ്റെ വീഡിയോ സഹിതമുള്ള സന്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും ഒക്കെ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും UDFും BJPയും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ മുഹമ്മദ് റിയാസിനോട് വിശദീകരണം തേടിയിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി മനസ്സിലായിട്ടുണ്ടെന്നും എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടെങ്കിൽ 7 ദിവസത്തിനകം വിശദീകരണം നൽകണം എന്നുമാണ് ജില്ലാ കളക്ടർ മുഹമ്മദ് റിയാസിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രസംഗം ലൈവായി ചിത്രീകരിച്ചുകൊണ്ടിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോട്ടോഗ്രാഫറെ, വീഡിയോഗ്രാഫറെ ഈ മുഹമ്മദ് റിയാസ് ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസംഗം നടത്തിയതിനു ശേഷം ഇളമരം കരീം, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ LDF സ്ഥാനാർത്ഥിയായ ഇളമരം കരീം ഇടപെട്ടുകൊണ്ട് അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും വലിയ വിവാദത്തിലേക്ക് വഴിതെളിച്ചു. അതായത് കോഴിക്കോട് ജില്ലയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ഇടതു സർക്കാർ തീരുമാനിച്ചതായി നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞ തൊട്ടടുത്ത നിമിഷമാണ് ഇളമരം കരീം ഇടപെട്ടുകൊണ്ട് ഇത് ചിത്രീകരിച്ച വീഡിയോഗ്രാഫറെ സ്റ്റേജിന്റെ പുറകിലേക്ക് കൊണ്ടുപോയത്. അരമണിക്കൂർ ശേഷമാണ് പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ വലിയ വിവാദത്തിലേക്ക് നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ മുഹമ്മദ് റിയാസിനോട് വിശദീകരണം തേടിയിട്ടുള്ളത്. BJPയും UDFും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ താൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല എന്ന മറുപടിയാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. അതായത് മുൻപേ കായിക മന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനമാണ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. എന്നാൽ UDFും BJPയും ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ വീഡിയോഗ്രാഫറെ പുറകിലേക്ക് കൊണ്ടുപോയതെന്ന് UDF ആരോപിക്കുന്നു. ഈ വീഡിയോഗ്രാഫറെ സ്റ്റേജിന്റെ പുറകിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നൊരു ആരോപണവും UDF മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് NDAയുടെ ചെയർമാനായിട്ടുള്ള BJP ജില്ലാ പ്രസിഡന്റ് VK സജീവനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല അതോടൊപ്പം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ NDA സ്ഥാനാർത്ഥി MT രമേശ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഈ ഫോട്ടോഗ്രാഫറെ വേദിയിൽ നിന്നും മാറ്റി പുറകിലേക്ക് കൊണ്ടുപോയത് ക്രിമിനൽ കുറ്റമാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കേസെടുക്കണമെന്നും NDA കോഴിക്കോട് പാർലമെന്റ് സ്ഥാനാർത്ഥി MT രമേശ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്, ചൂടേറിയ ചർച്ചകളാവുകയാണ്. അതിലൊരു മന്ത്രി തന്നെ നേരിട്ട് ഭാഗവാക്കായിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നാളെയും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും NDAയും UDFും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത് പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ്, അത് നടത്താൻ പാടില്ല, ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് NDA ആരോപിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇളമരം കരീമും പറഞ്ഞിട്ടുള്ളത് അതൊരു പ്രഖ്യാപനമല്ല, ഈ ആളെ ഫോട്ടോഗ്രാഫറെ ഇടപെട്ട് മാറ്റിയത് ആ ഫോട്ടോഗ്രാഫർ അവിടെ നിന്ന് സംസാരിച്ചത് കൊണ്ടാണ്, മന്ത്രിക്ക് പ്രസംഗിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അയാളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചത് എന്നാണ് ഇളമരം കരീം പറഞ്ഞത്. എന്നാൽ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യത്തിലൊന്നും ഈ ആൾ, വീഡിയോ എടുക്കുന്ന ആൾ ആരുമായി സംസാരിക്കുന്നതായിട്ട് ഗോകുൽ, എന്തായാലും ആ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാമായി കളം നിറയുകയാണ്. പ്രചരണ രംഗം കൂടുതൽ സജീവമാവുകയാണ്. ആദ്യഘട്ട പ്രചരണം ഏതാണ്ട് എല്ലാ മുന്നണികളും പൂർത്തിയാക്കി കഴിഞ്ഞു. അത്തരത്തിൽ കൂടുതൽ വാർ റൂമുകളെല്ലാം കൂടുതൽ സജ്ജമാക്കിക്കൊണ്ടാണ് മുന്നണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സംഭവങ്ങളും പൊലിപ്പിക്കാനും ഒപ്പം തന്നെ പ്രതിരോധിക്കാനും എല്ലാം മുന്നണികൾ തയ്യാറാകുന്നു. എന്തായാലും ഈ ലക്കം മഹാഭാരതം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ലക്കവുമായി നാളെ വീണ്ടും കാണാം. നമസ്തേ.